എന്താ ഇഷ്യൂ? എന്തൊക്കെയുണ്ട്? അല്ല, നീ എപ്പോഴാണ് ലണ്ടനിലേക്ക് പോവുക? നാളെ നൈറ്റ് ഫ്ലൈറ്റ്. സന്തോഷമായല്ലോ അല്ലേ? നീ ആഗ്രഹിച്ചത് നിനക്ക് കിട്ടി. ഇനി പ്രതീക്ഷിച്ച പോലെ എല്ലാം നടക്കും. ഓക്കെ മച്ചു, ഐഷു, ഞങ്ങളെ വിഷ് ചെയ്തേ. എന്താ ഇങ്ങനെ നോക്കുന്നേ? നാളെ വാലന്റൈൻസ് ഡേ അല്ലേ? ഒരുപാട് ലവേഴ്സിന്റെ ഇടയിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും എൻഗേജ്മെന്റ്. എന്താ ഞങ്ങൾ വിഷ് ചെയ്. കൺഗ്രാറ്റ്സ്. നിഷ, അവക്ക് ലണ്ടനിൽ കല്യാണമാ. നാളെ തന്നെ പോകും. ഓ സൂപ്പർ. ഹേയ് മാൻ, ഹായ്. ലുക്സ് ഫോർ ഡിഫറെന്റ്. തൊഴുത് കഴിഞ്ഞില്ലേ? ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ്. ഷാൽ വി? ലെറ്റ്സ് ഗോ. ശരി, പോ. ഫൈനലി ഐ ക്യാൻ ഫോക്കസ് ഓൺ മൈ വെഡിങ് നൗ. ഐശ്വര്യ, ഇന്ത്യക്ക് ഒരു 4 months ഗുഡ് ബൈ പറഞ്ഞേക്ക്. ഒരുപാട് ലവേഴ്സിന്റെ ഇടയിൽ എന്റെയും കാർത്തികിന്റെ എൻഗേജ്മെന്റാ. യു ഓക്കെ ദർ ബേബ്? യാ, ഐ ആം ഓക്കെ. ഡ്രൈവർ, കാർ ഒന്ന് നിർത്തിക്കേ. ഐശ്വര്യ, ഏയ് എന്താ നീ ചെയ്യുന്നത്? ഡ്രൈവർ, കാർ നിർത്താനാ പറഞ്ഞ. വാട്ട് ഹെൽ ആർ യു ഡൂയിങ്? നിർത്താൻ പറഞ്ഞത് കേട്ടില്ലേ? ലിസൺ, കാർ എന്തിനാ നിർത്താൻ പറയുന്നത്? കാർ ഡ്രൈവർ. ഹേയ്, ആർ യു ഓക്കേ? സ്റ്റോപ്പ് ദ കാർ. ഐശ്വര്യ, ഐശ്വര്യ നിൽക്കാനാ പറഞ്ഞേ. നീ എന്തൊക്കെയാ കാണിക്കുന്നേ? സോറി അർജുൻ, ഈ കല്യാണം നടക്കില്ല. കല്യാണം നടക്കില്ലെന്നോ? ഇത് സീരിയസ് കാര്യമാണ്, ജോക്കല്ല. നിന്നെ കല്യാണം കഴിച്ചാ പിന്നെ എന്റെ ജീവിതത്തിൽ എനിക്ക് ഞാനായിട്ട് ജീവിക്കാൻ പറ്റില്ല അർജുൻ. മനസ്സിലായില്ല? മനസ്സിലായില്ലേ? ഞാൻ എന്ത് കഴിക്കണം, എത്ര കഴിക്കണം, ഏത് ഡ്രസ് ഇടണം, ഏത് പെർഫ്യൂം ഉപയോഗിക്കണം, എപ്പോ ഉറങ്ങണം, എപ്പോ ചിരിക്കണം, എങ്ങനെ ചിരിക്കണം, ഇങ്ങനെ എല്ലാം നീ പ്രോഗ്രാം ചെയ്ത പോലെ ജീവിക്കാൻ ഞാൻ എന്താ റോബോട്ടാണോ? നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ചിരിക്കണം, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ കഴിക്കണം, നീ പറയുന്ന പോലെയൊക്കെ ഞാൻ കേൾക്കണം. ഇങ്ങനെ നിനക്ക് വേണ്ടി മാറി 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 ഞാനിപ്പോ ഞാനായിട്ട് ഇല്ല അർജുൻ. ഐ ഹാവ് ചേഞ്ച്ഡ്. എനിക്ക് ചിരിക്കാൻ തോന്നുമ്പോ ഞാൻ ചിരിക്കും, കരയാൻ തോന്നുമ്പോ ഞാൻ കരയും. എനിക്ക് കാലുമേൽ കാല് വെച്ചിരിക്കുന്നതാണ് ഇഷ്ടം. പക്ഷെ അത് നിനക്ക് ഇഷ്ടമല്ല. പ്ലീസ് എന്നെ വിട്ടേക്ക് അർജുൻ. ഐശ്വര്യ, നാട് റോഡിൽ നിന്ന് നീ എന്താ സംസാരിക്കുന്നത്? ഞങ്ങളുടെ കുടുംബത്തിനൊരു സൽപ്പേരുണ്ട്. ആന്റി, എനിക്കെല്ലാം നന്നായി മനസ്സിലായി. നിങ്ങളുടെ ട്രഡീഷണൽ റൂൾസ്, ഫോർമുല, ഈക്വേഷൻസിനൊക്കെ എന്നെ കൊണ്ട് ഒരിക്കലും ജീവിക്കാൻ സാധിക്കില്ല. പണക്കാരുടെ ജീവിതത്തിലാണ് സന്തോഷമുള്ളൂന്ന് ഞാൻ വിചാരിച്ചു. എന്നാ സന്തോഷം പണത്തിലല്ല. നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം അത് സന്തോഷത്തോടെ അനുഭവിക്കണമെന്ന് എനിക്കിപ്പോ മനസ്സിലായി. തെറ്റ് ചെയ്തത് ഞാനാണ്. എനിക്ക് മാപ്പ് തരണം. ഏയ് നിക്കേ. ശരി, ഇതല്ലേ നിന്റെ പ്രശ്നം? ഈ സെക്കൻഡ് മുതൽ നിന്റെ ഇഷ്ടം പോലെ നിനക്ക് നടക്കാം. നിന്നോട് ആരും ഒന്നും ചോദിക്കാൻ വരില്ല. ഓക്കെ, വാ കാറിക്കര്. വേണ്ട അർജുൻ. എല്ലാം നിന്നോട് പറഞ്ഞില്ലേ? വാ, വന്ന് വണ്ടിയെ കയറാൻ. അപ്പോ ഇതല്ല നിന്റെ പ്രശ്നം, വേറെയാണ്. സാരമില്ല, പറയടി. എന്റെ മനസ്സിൽ നീ ഇല്ല അർജുൻ. ഞാൻ നിന്നെ കല്യാണം കഴിച്ച ജീവിതകാലം മുഴുവൻ എന്നെയും പറ്റിച്ച് നിന്നെയും പറ്റിച്ച് ഒരു കപട ജീവിതമായിരിക്കും ഞാൻ ജീവിക്കുന്നത്. അത് എന്നെ കൊണ്ട് കഴിയില്ല. സോറി അർജുൻ, എന്നോട് ക്ഷമിക്ക. എടീ, നീ ആരോടാടി സംസാരിക്കുന്നുള്ള ഓർമ്മ വേണം. പോയിക്കോ. സോറി.
ഐഷു ബൈ. ബൈ. See you. എന്നിട്ട് അതെ അതെ, ആക്ച്വലി ഞാൻ അതിനെ പറ്റിയൊന്നും. ഏയ്, നീ എന്താ ഇവിടെ? ഇനിയും പുറപ്പെട്ടില്ലേ? ഇല്ല, ഞാൻ തെറ്റാ ചെയ്ത, ജീവിതത്തിൽ ഏറ്റവും വലിയ തെറ്റാ ചെയ്ത. ഇപ്പൊ എനിക്ക് മനസ്സിലായി, പണം മാത്രമല്ല ജീവിതം, ശരിക്കുള്ള സ്നേഹമാണ് ജീവിതം എന്ന് നീ പറഞ്ഞത് എനിക്ക് റിയലൈസ് ആയി. എനിക്ക് ബാബു തരണം കാർത്തിക്, പ്ലീസ്. എനിക്ക് നിന്നെ വേണം, എന്റെ കാർത്തികിനെ എനിക്ക് വേണം. എനിക്ക് നിന്റെ കൂടെ ജീവിക്കണം കാർത്തിക്, പ്ലീസ്. കൈയെടുക്കടി. കാർത്തി, എടുക്കടി കൈ. നീ ആരാന്നാ വിചാരിച്ചേ? കാർത്തിക്, എനിക്ക് നിന്റെ ദേഷ്യം മനസ്സിലാവുന്നു. ഞാൻ ചെയ്ത് തെറ്റാ. ഞാനിപ്പോ എന്താ ചെയ്യണ്ട? പറ, ഞാൻ ചെയ്യാം. പറ. ഓ, എന്ത് പറഞ്ഞാലും ചെയ്യുവോ നീ? നിന്നെ കാണുന്ന പോലും എനിക്ക് ഇഷ്ടമല്ല. മര്യാദക്ക് ഇവിടുന്ന് പൊയ്ക്കോ. കാർത്തിക്, പ്ലീസ് എന്നെ മനസ്സിലാക്ക, പ്ലീസ്. എന്താടി മനസ്സിലാക്കേണ്ടത്? ഇനി എന്ത് മനസ്സിലാക്കാനാ? എന്നെ നിനക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് വലിച്ചെറിഞ്ഞിട്ട് പോയവളല്ലേ നീ? നിന്നെ കല്യാണം കഴിച്ചാൽ വാടക വീട്ടിൽ കിടക്കേണ്ടി വരും. മാസം 15,000 സമ്പാദിക്കുന്നേ. EMI അടച്ച് ഞാൻ ചാകണോ? ജീവിതം മുഴുവൻ നരകമാണെന്ന് നീ പറഞ്ഞതല്ലേ? ഹേയ്, ഈ കാർത്തികിന് ഒരു മാറ്റമില്ല, അങ്ങനെ തന്നെയാണ്. ഇപ്പം മാത്രം നീ എന്നോ ഉണ്ടാക്കാൻ വന്നേ? വേണ്ട കാർത്തി, പാവം, ഇതെല്ലാവരും നോക്കുന്നു. നീ എന്തിനാ അവനെ തടയുന്ന? ഇത് എന്റെ കാർത്തിക. എന്നെ ചീത്ത പറയാൻ എല്ലാ അവകാശവും കാർത്തികിനുണ്ട്. കാർത്തിക് നിന്നെ സ്നേഹിക്കുന്നതാണോ നീ വിചാരിച്ചേ? എന്നാ ഇല്ല, നിന്നെ സ്നേഹിപ്പിച്ചത് ഞാനാ. നീ പറ കാർത്തിക്, നിനക്ക് എന്നെ അടിക്കണോ? ചെരുപ്പെടുത്ത് എന്നെ അടിക്ക. ഞാനാ തെറ്റ് ചെയ്തു, സമ്മതിക്കാം. അടിക്ക. നിർത്തടി. ഒരുപാട് അഭിനയിക്കരുത് നീ. കാർത്തി, പോയി വിടുന്നു. അങ്ങനെയൊന്നും വിട്ടിട്ട് പോകാൻ പറ്റില്ല. എനിക്ക് നിന്നെ വേണം. എന്നെ സ്നേഹിച്ച കാർത്തികിനെ എനിക്ക് തിരിച്ചു വേണം. പ്ലീസ്, പ്ലീസ് കാർത്തിക്. ബ്രോ പ്ലീസ്, പാവല്ലേ ബ്രോ, വിട്ടുകളെ ബ്രോ. എന്റെ പൊന്നു ബ്രോ, ഇവളാണോ പാവം? മേഡം ആരാണെന്നറിയാവോ? എയർ ഹോസ്റ്റസ്. ഞാൻ വലിയ പണക്കാരനാന്ന് കരുതി എന്നെ പ്രേമിച്ചു. പക്ഷെ ഞാൻ പണക്കാരനല്ലെന്ന് അറിഞ്ഞപ്പോ കുപ്പ വലിച്ചെറിയുന്ന പോലെ വലിച്ചെറിഞ്ഞിട്ട് പോയി മേഡം. ഞാൻ ഒരുപാട് തവണ പറഞ്ഞു നോക്കിയതാ ബ്രോ ഈ മേഡത്തിനോട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഞാൻ നോക്കിക്കോളാം, ഒന്നിനും ഒരു തടസ്സവും വരില്ലെന്ന് കെഞ്ചി കാല് പിടിച്ചു. ഡാ, നീ വേസ്റ്റ് ആണ്, നിനക്കെന്നെ സ്നേഹിക്കാൻ ഒരു യോഗ്യതയില്ലെന്ന് പറഞ്ഞ് നടു റോട്ടിൽ നിർത്തി നാണം കെടുത്തി കയ്യിൽ 1000 രൂപ തന്ന് പറഞ്ഞയച്ചു ബ്രോ. ഇപ്പം ഞാൻ ലൈഫ് റിയലൈസ് ചെയ്തു, സ്നേഹത്തിന്റെ വില എന്തെന്ന് മനസ്സിലാക്കി. എന്നെ സ്വീകരിച്ചോ എന്നൊക്കെയല്ലേ ഇപ്പൊ എല്ലാരും പറയണം. ഞാനിവളെ സ്വീകരിക്കണോ വേണ്ടയോ? ചോദിച്ച കേട്ടില്ല, ഞാനിവിടെ സ്വീകരിക്കണോ വേണ്ടയോന്ന്. കണ്ടില്ലേ, ഇപ്പോഴും നിനക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഫ്ലൈറ്റിന് ഇനി സമയമുണ്ട്, പൊയ്ക്കോ. ഓ, കയ്യിൽ കാശില്ലല്ലേ? ഇതാ. ഓട്ടോ പിടിച്ച് എയർപോർട്ടിലേക്ക് പൊയ്ക്കോ.
സിസ്റ്റർ പ്ലീസ് കരയണ്ട. ഇല്ല, കാർത്തിക് എന്നെ ജീവനെ സ്നേഹിച്ചപ്പോ എനിക്കത് മനസ്സിലായില്ല. ഇപ്പൊ ഞാൻ അവനെ സ്നേഹിക്കുന്നു, പക്ഷെ അവൻ അത് മനസ്സിലാക്കുന്നില്ല. അവൻ എന്നെ സ്വീകരിച്ചില്ലെങ്കിലും എപ്പോഴും എന്റെ കാർത്തിക് ഇവിടെ ഉണ്ടാവും.